ലഹരിയെ സാമൂഹിക വിപത്തായി അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ. ലഹരിയെ ചെറുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സർക്കാർ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിനൊന്നും മറച്ചുവെക്കാനോ ഒളിച്ചുവെക്കാനോ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. 12 മണിക്ക് അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ കൂടിച്ചേരുന്നുണ്ട്. ഷീജ, നിലവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ലഹരി വിപത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കെടുക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഏതായാലും മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം ഷീജയിലേക്ക് വരാം. ലഹരിയെ ഒരു സാമൂഹിക വിപത്തായി അതീവ ഗൗരവത്തോടെ കാണുകയും അതിനെ ചെറുക്കാൻ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി അണിനിരത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒന്നും മറച്ചുവെക്കാനോ ഒളിച്ചുവെക്കാനോ ഇല്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തെ എല്ലാവരെയും യോജിച്ചണിനിരത്താൻ തുറന്ന സമീപനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് അറിയിക്കും. ഓർഡർ. നടപടികൾ നിർത്തിവെക്കുന്നതിന്റെ ഉപക്ഷേപം സംബന്ധിച്ച് ഇന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ചർച്ചയാകാമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുന്നതാണ്. 2 മണിക്കൂർ ചർച്ചയായിരിക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, അടിയന്തര പ്രമേയം 12 മണിക്ക് ചർച്ചയ്ക്ക് മന്ത്രി പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് ലഹരി. അതിൽ കൃത്യമായ നിലപാട് സർക്കാർ എടുക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. എന്താണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ? അടിയന്തര പ്രമേയത്തിൽ എന്താണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്? സിജു, പ്രധാനമായും സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു, അതിലൂടെ അക്രമങ്ങൾ കൂടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും ആ രീതിയിൽ എല്ലാവരെയും ഒറ്റക്കെട്ടായി അണിനിരത്തി ഈ വിഷയത്തിൽ മുന്നോട്ടു പോകുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ള കാര്യവും മന്ത്രി എം ബി രാജേഷ് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാട് മന്ത്രി എം ബി രാജേഷ് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഈ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുക. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള അംഗങ്ങൾ സംസാരിച്ചതിനു ശേഷം മറുപടി മന്ത്രി എം ബി രാജേഷ് നൽകുന്നതായിരിക്കും. ഏതായാലും 2 മണിക്കൂർ സമയത്തെ നിലവിലിപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. സിജു, തീർച്ചയായിട്ടും ഷീജ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമായിരിക്കില്ല. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ തന്നെയായിരിക്കാം ഇത് കൊണ്ടുവരിക. കൊലപാതകങ്ങൾ കൂടുന്നു, അക്രമങ്ങൾ കൂടുന്നു എന്നുള്ളത്. ഇതിൽ സമൂഹത്തിന് കൃത്യമായൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൽ ബോധവൽക്കരണത്തിലടക്കം നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിൽ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ കാര്യക്ഷമമായ ഇടപെടലുണ്ട്. അത് കണക്കുകളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായ അതേ ഉത്തരവാദിത്വം, സർക്കാരിനുള്ള അതേ ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർക്കാരിനെ പഴി പറയുക എന്നുള്ളതല്ല രീതി എന്നുകൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്, അല്ലേ? ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയതായാലും 12 മണിക്ക് ലഹരി ഉപഭോഗവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി വ്യക്തമാക്കി 2 മണിക്കൂറാണ് ചർച്ച നടക്കുക. വിവരങ്ങളാണ് ഷീജ നൽകിയത്.